കാസർഗോഡ് കാറടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പിൽ കേസെടുത്ത് ഒരാഴ്ച പിന്നിട്ടിട്ടും പണം കണ്ടെത്താനാകാതെ പോലീസ്. മുഖ്യപ്രതികളെ പിടികൂടാനാകാത്തതും അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിന്റെ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജോസഫ്, എന്തൊക്കെയാണ് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഒപ്പം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ? പ്രതിപക്ഷം ഇത് മുഖ്യമായും ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ സ്വീകരിക്കുകയാണ്. ഈ പ്രതികളെ പിടികൂടാവാനാകാത്ത സർക്കാരിന്റെയും മറ്റ് CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാരുടെയും സമ്മതത്തോടെയാണ് എന്നാണ് ഇവർ പറയുന്നത്. പ്രധാനമായും ഈ കേസെടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും മുഖ്യപ്രതിയായിട്ടുള്ള CPM നേതാവ് രതീഷിനെയോ അദ്ദേഹത്തിന്റെ പങ്കാളിയായിട്ടുള്ള ജബ്ബാറിനെയും കണ്ടെത്താനും പിടികൂടാനും പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ എവിടെയാണ് പണം നിക്ഷേപിച്ചത് എന്നതിനെ കുറിച്ചും പോലീസിന് ഇതുവരെ പണം നിക്ഷേപിച്ചതിനെ കുറിച്ചും പോലീസിന് ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പണവും കണ്ടെത്താനായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടായിരുന്ന 3 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ഇവർ ഈ ബാങ്കിൽ പണയം വെച്ച്, അതായത് രതീശൻ കടത്തിക്കൊണ്ടുപോയ സ്വർണം പണയം വെച്ച വ്യക്തികൾ മാത്രമാണ് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. ഇതാണ് ഇവരെ ഏറെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത്. നിക്ഷേപത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ തട്ടിയെടുത്ത പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിയത്. പച്ചവെള്ളത്തിന് പോലും വലിയ തുക ഈടാക്കുന്ന ഈ കാലത്ത് കേവലം 1 രൂപയ്ക്ക് ചായ കിട്ടുന്ന ഇടമുണ്ട് നമ്മുടെ കേരളത്തിൽ. കോഴിക്കോട് തളിയിൽ 80-കാരനായ PK കുട്ടൻ എന്ന കുട്ടേട്ടൻ നടത്തുന്ന ചായക്കടയിലാണ്